ഹലോ വെൽക്കം ടു മാസ്റ്റർ ലിറ്ററേച്ചർ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റിസ്റ്റോറേഷൻ ഏജ് ലിറ്റററി ഫീച്ചേഴ്സാണ്. സോ ഈ വീഡിയോ കണ്ട് ഈ ഒരു ടോപ്പിക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ ദാറ്റ്സ് ഇറ്റ്, നമുക്ക് നോക്കാം. സോ ഫസ്റ്റായിട്ട് പറയുന്നത് ന്യൂ ക്ലാസിസം വന്നു. ഓക്കെ, സോ ഈ ഒരു റൈറ്റേഴ്സ് ഓഫ് ദ റിസ്റ്റോറേഷൻ ഏജ് അവർ ലാറ്റിൻ റൈറ്റേഴ്സിൻ്റെ വർക്ക്സിനോട് ഇൻസ്പയർ ആയിട്ട്, സോ അവർ ക്ലാസിക്കൽ റൈറ്റേഴ്സിനോട് ഇൻസ്പയർ ആയിട്ട് അങ്ങനത്തെ ഒരു വർക്ക്സ് ഉണ്ടാക്കാൻ തുടങ്ങി. സെക്കൻഡ് വൺ ഈസ് ഫ്രഞ്ച് ഇൻഫ്ലുവൻസ് ഇൻ ഡ്രാമ. ഫ്രഞ്ച് ഇൻഫ്ലുവൻസ് എന്താണ്? ലൈക്ക് ഡ്രാമാസിലൊക്കെ ഫ്രഞ്ച് ഇൻഫ്ലുവൻസ് വരാൻ തുടങ്ങി. ബിക്കോസ് ചാൾസ് സെക്കൻഡ് ഹി സ്പെൻഡ് മോസ്റ്റ് ഓഫ് ഹിസ് ടൈം ഇൻ ഫ്രാൻസ്. അതുകൊണ്ട് തന്നെ ആ ഒരു ലിറ്ററേച്ചറിലൊക്കെ നല്ലതായിട്ട് അറിവുണ്ട്. അതുകൊണ്ട് തന്നെ അതൊക്കെ റിസ്റ്റോറേഷൻ ഡ്രാമയിലും അതുപോലെ തന്നെ കോമഡീസിലൊക്കെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. തേർഡ് വൺ ഈസ് പ്രോസ് ഡെവലപ്പ് ആയതൊരു സമയമാണിത്. ഓക്കെ, മാത്യു അർണോൾഡ് പറയുന്നുണ്ട് റിസ്റ്റോറേഷൻ ഏജ് ആണ് ഒരു മോഡേൺ ഇംഗ്ലീഷ് പ്രോസ് വരാൻ കാരണം ഈ റിസ്റ്റോറേഷൻ ഏജ് ആണ്. ഓക്കെ, മാത്യു അർണോൾഡ് സെഡ് ദാറ്റ് ദ റിസ്റ്റോറേഷൻ ഏജ് മാർക്സ് ദ ബർത്ത് ഓഫ് മോഡേൺ ഇംഗ്ലീഷ് പ്രോസ്. അതുപോലെ തന്നെയാണ് പോയട്രിയും വന്നു. ദിസ് ഈസ് ദ ഏജ് ഓഫ് ട്രാൻസിഷൻ. ഓക്കെ, ഈ റെസ്റ്റോറേഷൻ ഏജ് എന്ന് പറയുന്ന ഒരു ഏജ് ഓഫ് ട്രാൻസിഷൻ കൂടിയാണ്. ബിക്കോസ് ദ മോസ്റ്റ് പോപ്പുലർ പോയട്രി ഓഫ് ദിസ് ഏജ് എന്ന് പറയുന്നത് എന്താണ്? ലിറിക് വന്നു, ഓഡ്സ്, സറ്റയേഴ്സ്, അതൊക്കെ വന്നൊരു ടൈമായിരുന്നു ഈ ഒരു റിസ്റ്റോറേഷൻ ഏജ് എന്ന് പറയുന്നത്. സോ ഇനി നമുക്കിതിലത്തെ ലിറ്റററി ഫീച്ചേഴ്സിലത്തെ ഡ്രാമ, പോയട്രി, ദെൻ നോവലത്തെ ഇമ്പോർട്ടൻറ്റ് തിങ്സ് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഡ്രാമ നോക്കാം. സോ ചാൾസ് സെക്കൻഡ് ആണ് തിയേറ്റേഴ്സ് ബാനർക്ക് ലിഫ്റ്റ് ചെയ്തത്. സോ ദാറ്റ് വി ഹാവ് ഡിസ്കസ്ഡ് ഇൻ ദ ഹിസ്റ്റോറിക്കൽ ഓവർവ്യൂ. സോ ചാൾസ് സെക്കൻഡ് 2 തിയേറ്റേഴ്സ് ലണ്ടനിൽ അലൗ ചെയ്തു. വൺ ഈസ് ദ കിങ്സ് ആൻഡ് അനദർ വൺ ഈസ് ദ ഡ്യൂക്ക്. സോ ആ ഒരു സമയത്ത് വുമൻസ് വെയർ അലൗഡ് ടു ആക്ട് ഫോർ ദ ഫസ്റ്റ് ടൈം. സോ ആ ഒരു സമയത്താണ് വുമൻസിന് സ്റ്റേജിലൊക്കെ ആക്ട് ചെയ്യാം എന്നുള്ള ആ ഒരു രീതി ആയത്. ഓക്കെ, സോ ആ ഒരു സമയത്തിലത്തെ പോയട്രി that were dominated by 2 major poets. One is John Dryden and Alexander Pope. ഇവർ രണ്ടാളായിരുന്നു റിസ്റ്റോറേഷനിൽ ഒരു മേജർ ഡോമിനൻ്റ് ആയിട്ടുള്ള പോയറ്റ്സ്. ഓക്കെ, so then is the novel. So the most important development in the literary genres എന്ന് പറയുന്നത് എമർജൻസ് ഓഫ് നോവലാണ്. സോ ഈ ഒരു സമയത്തിൽ ദ റിസ്റ്റോറേഷൻ ഓർ ദ 18th സെഞ്ച്വറിയിൽസ് ഇംഗ്ലീഷ് നോവൽ എങ്ങനെയായിരുന്നു? വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് ഫ്ലൂയിഡ് ആയിട്ടുള്ള നോവൽസ് ആയിരുന്നു. സോ ആ ഒരു ടൈമിലത്തെ മോസ്റ്റ് ഫേമസ് 18th സെഞ്ച്വറി നോവലാണ് റോബിൻസൺ ക്രൂസോ, അതുപോലെ തന്നെ ലാമോ ഗുലിവർ എന്ന് പറയുന്നത്. ഓക്കെ, so that's all about the literary overview of the restoration period. സോ ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.